നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ ഉത്രം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രം നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള മാസമാണ്. കാരണം സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു. അവിടെ തന്നെ ശുക്രനും സഞ്ചരിക്കും. അപ്പോൾ ഗുരുശുക്ര യോഗത്തിൻ്റെതായിരിക്കുന്ന ഒരു ഗുണമുണ്ട്. മാത്രമല്ല 10ാം ഭാവത്തിൽ ആദിത്യനും ബുധനും നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല നിപുണത പ്രദർശിപ്പിക്കാനും നല്ല രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. ഗവൺമെൻറ് ജോലിക്ക് യോഗമുള്ള സമയമാണ്. ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക്, ഗവൺമെൻറ് ജോലിക്ക് നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ നിയമനം കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എല്ലാ ഭാഗ്യവും അനുഭവിക്കാനായിട്ട് സാധിക്കും. അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന കാരണം ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു രോഗം മാറിക്കഴിയുമ്പോൾ അടുത്ത രോഗം എന്ന് പറയുന്ന രീതിയിൽ മാനസികമായിട്ട് ടെൻഷൻ, ഇടയ്ക്ക് തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, അതേപോലെ നാഗപൂജ ചെയ്യുക. ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മാസം അത്രയൊരു ഗുണം പറഞ്ഞുകൂടാ. കണ്ടകശനീൻ്റെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. മാത്രമല്ല സഹായ സ്ഥാനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ അകന്നു പോകാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. ശത്രുസ്ഥാനത്ത് രാഹുവാണ്. അപ്പോൾ ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾക്കും യോഗമുള്ളൊരു സമയമാണ്. ഭാഗ്യസ്ഥാനത്ത് ആദിത്യനും ബുധനും നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാഗ്യം കൊണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്നാൽ പോലും 10ൽ നിൽക്കുന്ന വ്യാഴം അത്രയൊരു ഗുണം ചെയ്യില്ല. പക്ഷേ ഗുരുശുക്ര യോഗം വളരെ നല്ലതാണ്. ഗുരുശുക്ര യോഗം ഉള്ളത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള നേട്ടം അനുഭവിക്കാൻ സാധിക്കുകയും കലാരംഗത്ത് പ്രശസ്തി നേടാൻ സാധിക്കുകയും 4 പേരുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനും പൊതുവായിട്ടുള്ള സമ്മേളനങ്ങൾ പോലെയുള്ള സ്ഥലത്തൊക്കെ ശോഭിക്കാനൊക്കെ കഴിയുന്നൊരു സമയമാണ്. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. ശത്രുദോഷം കുറച്ച് സ്ട്രോങ് ആണ്. ശത്രു സ്ഥാനാധിപതി നേരിട്ട് ബാധയിലാണ് നിൽക്കുന്നത്. ഇപ്പം ബാധകാധിപതി ശത്രുസ്ഥാനത്ത് നിന്നാലും ശത്രുസ്ഥാനാധിപതി ബാധയിൽ നിന്നാലും ഒക്കെ ശത്രുദോഷം കൊണ്ട് കാര്യതടസ്സം ഉണ്ടാകാമെന്ന് പറയുന്നൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് കണ്ടകശനിയാണല്ലോ. അപ്പോൾ കണ്ടകശനി വരുമ്പോൾ നല്ല പ്രതീക്ഷയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ആ സമയം വരുമ്പോൾ അതിന് ബ്ലോക്ക് വരുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ശനിദോഷത്തിന് പരിഹാരമായിട്ട് നീരാഞ്ജനം വഴിപാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്യാൻ മറക്കരുത്. 12 കേതുവാണ്. 10 രൂപ കയ്യിൽ കിട്ടിയാൽ 20 രൂപ ചിലവ് വരും. കാൽപാദത്തിന് വേദന ഉണ്ടാകും. ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജ, കേതുപൂജയും ചെയ്യുക. അതോടൊപ്പം തന്നെ നാഗപൂജ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. വ്യാഴപ്പഴവ് കൊണ്ട് വ്യാഴം പൂർണ്ണമായിട്ടും ഇഷ്ടസ്ഥാനത്തല്ലാത്തത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലും നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഈ മാസം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഉത്രം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.